അവർക്ക് അനുഗുണമായ രീതിയിൽ ഒരു ദേശചരിത്രം അതാണ് പഞ്ചായത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പന്ന്യന്നൂർ പഞ്ചായത്ത് പന്ന്യന്നൂരിൻ്റെ ദേശചരിത്രം എന്ന ഒരു പുസ്തകം ഇറക്കിയത്. അതുപോലെ കുറേ 1-2 കൊല്ലം മുമ്പ് കല്യാശ്ശേരിയുടെ ഇന്നലെകൾ എന്ന പേരിൽ ആ ഗ്രാമത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷണമായ നിരവധി സന്ദർഭങ്ങളിലൂടെ കടന്നുപോയ 6 മാസം നീണ്ട നിരോധനാജ്ഞ പാസാക്കിയ ഒരു ഗ്രാമമാണ് കല്യാശ്ശേരി. എന്നാൽ കല്യാശ്ശേരി മാത്രമല്ല, ചൊക്ലിയുടെ ഇന്നലെകൾ കഴിഞ്ഞ 5-6 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച പാപ്പിനിശ്ശേരിയെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രാമചരിത്രം ഉണരുമ്പോൾ എന്നാണ് ഏഴോം എന്ന പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു അന്വേഷണം, നമ്മുടെ പുതിയ തലമുറ പ്രത്യേകിച്ച് ഒരന്വേഷണം നടത്തേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് ചരിത്രം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് ഇവിടെ തന്നെ എന്നെ എപ്പോഴും രസിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ പ്രദേശത്ത് നമ്മുടെ ഈ കുന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറൊരു കുന്നുണ്ട്. ആ കുന്നിന് നമ്മൾ വിളിക്കുന്നത് തമ്പുരാട്ടിക്കുന്ന് എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയൊരു കുന്ന് തമ്പുരാട്ടിക്കുന്ന്? ഏത് തമ്പുരാട്ടിയുടെ കാര്യമാണ് പറയുന്നത്? അന്വേഷണ വിഷയമാണ്. അത് തമ്പുരാട്ടിക്കുന്ന് എന്ന് മാത്രമല്ല അതിന് പേര്. പിന്നെയോ തമ്പുരാട്ടിക്കുന്നിന് പകരം പട്ടത്തിക്കുന്ന്, സുന്ദരിക്കുന്ന്, ഇങ്ങനെയെല്ലാം പേരുള്ള ഒരു കുന്നാണ്. ഇതിൽ തന്നെയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ പെട്ട പ്രദേശമാണ്. ആരാണ് ഈ പട്ടത്തി? ആരാണ് ഈ സുന്ദരി? നല്ലൊരു അന്വേഷണമാണ്. അങ്ങനെ അന്വേഷിച്ചാൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ചില ഏടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയെല്ലാം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൃതിക്ക് എല്ലാ ഭാവുകങ്ങളും നടന്നുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുരേഷ് ബാബുവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം